എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ലേസർ പ്രിന്ററായ Canon LBP351x എന്ന പ്രിന്ററിന്റെ കാർട്രിഡ്ജ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു കാർട്രിഡ്ജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. Canon LBP351x എന്ന പ്രിൻ്ററിൻ്റെ കാർട്രിഡ്ജ് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഈ പ്രിൻ്ററിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യണം. രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പണായി വരും. അതിനുശേഷം ടോപ്പ് കവർ ഇതേപോലെ മുകളിലോട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കാർട്രിഡ്ജ് കാണാൻ സാധിക്കും. Canonന്റെ 039 സീരീസ് കാർട്രിഡ്ജാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. ഇതേപോലെ കാർട്രിഡ്ജ് പുറത്തോട്ട് വെക്കുക. പുതിയ കാർട്രിഡ്ജിലാണെങ്കിൽ ഇതേപോലെ ഒരു ഓറഞ്ച് പ്ലാസ്റ്റിക് പീസ് ഉണ്ടാവും. ഇത് നമ്മൾ വലിച്ചെടുത്ത് റിമൂവ് ചെയ്തിരിക്കണം. ഇത് വെച്ചാണ്ട് ഇത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്ക് പേജ് ആയിരിക്കും വരിക. അതെല്ലാം കംപ്ലീറ്റ് ഓറഞ്ച് സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ആ സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കാർട്രിഡ്ജ് അവിടെ ലോക്കായിരിക്കും. എന്നിട്ട് ടോപ്പ് കവർ ക്ലോസ് ചെയ്യുക. താഴത്തെ ഈ കവറും ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിയുന്നത് നിങ്ങൾ റീഫിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. റീഫിൽ ചെയ്ത വാറൻറ്റി ഇഷ്യൂ വാറൻറ്റി പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് കൊടുത്തു. ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻ്റ് ഔട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. അതിൽ പ്രിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.